നമസ്തേ. പാകിസ്ഥാനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഭാരതത്തിൻ്റെ സൈനിക സമ്പത്തിനെ ഇകഴ്ത്തുകയും ചെയ്യുന്ന പരാമർശമാണ് അയ്യരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുകയാണോ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. കോൺഗ്രസിന് പാക് പ്രണയമോ അതോ പാക് പേടിയോ? രാഷ്ട്രീയ നിരീക്ഷകരായ KV രാജശേഖരൻ, ആരിഫ് ഹുസൈൻ, കോൺഗ്രസ് വക്താവ് A ഷുക്കൂർ എന്നിവർ ചേരുന്നു അതിഥികളായി. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ രാജശേഖരൻ, പാകിസ്ഥാനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കും. ഏതെങ്കിലും ഒരു ഭ്രാന്തൻ പാകിസ്ഥാനിലെ ലാഹോറിൽ അണുബോംബിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭാരതത്തിലെ അമൃത്സറിലെത്താൻ മിനിറ്റുകൾ മാത്രം മതി. അതുകൊണ്ട് ബലം പിടിച്ചിട്ട് കാര്യമില്ല, ചർച്ചയാണ്, സൗഹൃദമാണ് വേണ്ടത്. പാകിസ്ഥാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ഇരുന്ന മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിലെ ബുദ്ധിജീവിയുമായ മണിശങ്കർ അയ്യരുടെ വാക്കുകളിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് മനസ്സിലാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊക്രാനിലെ പരീക്ഷണത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി ലോകത്തിന് കൊടുത്തൊരു സന്ദേശമുണ്ട്. ഈ ആയുധം ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ സജ്ജമാണ്, ഭാരതത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഇത് സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇത് ആദ്യം ഉപയോഗിക്കുന്ന രാജ്യം ഭാരതമായിരിക്കില്ല എന്ന് ലോകത്തിന് ഉറപ്പ് കൊടുത്ത പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അങ്ങനെ ബോംബ് കയ്യിലുണ്ടെങ്കിലും അതല്ല അതിനേക്കാൾ വിനാശകരമായ ആയുധം കയ്യിലുണ്ടെങ്കിലും അത് പ്രതിരോധത്തിന് വേണ്ടി കരുതി വയ്ക്കുക എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഒരു ഡിറ്ററൻസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ആക്രമണത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നതിന് തയ്യാറുള്ളൊരു രാജ്യമല്ല ഭാരതം എന്ന സന്ദേശം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഭാരതത്തിന് പ്രതിരോധം വേണ്ടി വന്നാൽ, ഇങ്ങോട്ട് കയറി ആക്രമണം വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്. കാരണം അനാവശ്യമായി പ്രകോപനകരമായി ഒന്നനങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന കൃത്യമായ സന്ദേശം. അതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾ ഭാരതം ആദ്യം വെടിയുതിർക്കുകയില്ല, തോക്കുപയോഗിക്കുക പോലുമില്ല. പക്ഷേ ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ഹം ഗോലിക്ക ഗിണ്ടി നഹീ കർത്താ ഹൈ എന്ന് പറഞ്ഞാൽ വെടിയുണ്ട എത്ര അങ്ങോട്ട് പായിക്കുന്നുള്ളതിനെ കുറിച്ച് എണ്ണം പോലും വെക്കുകയില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭയത്തിനപ്പുറം പാക് പ്രണയത്തിൽ അന്ധരായ കോൺഗ്രസ് രാഷ്ട്രീയ പക്ഷത്തോട് പറയാനുള്ളത്, അത് മണിശങ്കരയ്യരാണെങ്കിലും ഫറൂഖ് അബ്ദുള്ളയാണെങ്കിലും INDIA-യുടെ ഏത് സഖ്യകക്ഷിയാണെങ്കിലും, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും, അവർ ആ പാകിസ്ഥാൻ്റെ ബോംബ് കാണിച്ച് ഭാരതത്തെ ഭയപ്പെടുത്താമെന്ന് കരുതിയാൽ അവർ പരാജയപ്പെടും. അവർക്ക് തെറ്റി തിരിച്ചടി അവരുടെ യജമാനന്മാർക്ക്, അങ്ങനെ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയക്കാരുടെ യജമാനന്മാരായ പാകിസ്ഥാനികൾക്ക് സ്വന്തം നിലനിൽപ്പ് അവസാനിക്കുന്ന ഘട്ടം കാണേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ആദ്യമായി ശ്രീ ഷുക്കൂർ, കോൺഗ്രസിൻ്റെ ഉപദേശിയാണ്, അഡ്വൈസറാണ് മണിശങ്കർ അയ്യ. അദ്ദേഹം പാകിസ്ഥാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നയതന്ത്രജ്ഞനാണ്, രാഷ്ട്രതന്ത്രജ്ഞനാണ്. ഭാരതത്തെ തകർക്കാൻ ആഭ്യന്തര ചിദ്രശക്തികളെ കൂട്ടുപിടിക്കുകയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുന്നത് തെറ്റായ രാജ്യതന്ത്രജ്ഞതയല്ലേ ഷുക്കൂർ? അനിൽ നമ്പ്യാർ, ഈ മണിശങ്കർ അയ്യർ
ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളോ അല്ല. മുൻകാലങ്ങളിൽ കോൺഗ്രസിലൂടെ ഉന്നത പദവിയിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഉന്നത പദവിയിൽ പോയിട്ടുള്ള പലരും ഇപ്പോൾ എവിടെയെല്ലാം നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ. കാരണം അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പല മുഖ്യമന്ത്രിമാരെയും നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസിലെ ഒരു കാലഘട്ടത്തിൽ ഉന്നതരായിരുന്നു, അല്ലെങ്കിൽ സ്ഥാനം വഹിച്ചവരായിരുന്നു. അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ ഈ തരത്തിൽ ഔദ്യോഗിക വക്താവോ ഞങ്ങളുടെ നിലപാട് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളോ ഞങ്ങളുടെ നയസമീപനങ്ങളെക്കുറിച്ച് പറയാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയാൻ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളോ അല്ല ഇപ്പോൾ മണിശങ്കരയ്യ. മണിശങ്കരയ്യ പറയുന്ന കാര്യങ്ങൾ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായി കരുതിയാൽ മാത്രം മതി. ആ രൂപത്തിലല്ലാതെ അതിന് ഒരു കാരണവശാലും ഞങ്ങൾ ഇത്തരം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ അടിവരയിട്ട് ആ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് എടുത്താൽ മതി. കോൺഗ്രസ് നയം പറയാൻ കോൺഗ്രസ് നേതാക്കന്മാരും ഔദ്യോഗിക വക്താക്കളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകമായി അതിൻ്റെതായ നേതാക്കളും ഒക്കെ ഉണ്ട്. അവർ പറയട്ടെ. പിന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പദപ്രയോഗം ഒരു 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 അഭിമുഖം നടത്തി ആ അഭിമുഖത്തിൽ നിന്ന് ചിലത് അടർത്തിയെടുത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഇത്തരത്തിലേക്ക് അവതരിപ്പിക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലേക്ക് BJP മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ ജനം TV-യിലൂടെ ഇത് ചർച്ചയ്ക്ക് വെച്ചതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം ഗതികെട്ട ഒരു പാപ്പരായ അവസ്ഥയിലേക്ക് BJP-യുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി അടക്കം ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനകീയ പ്രതികരണം അതിശക്തമായി കഴിഞ്ഞ 3 ഘട്ടങ്ങളിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പലതും അവിടെ നിന്നും ഇവിടെ നിന്നും ചികഞ്ഞെടുത്തുകൊണ്ട് വരികയാണ്. 10 വർഷക്കാലം ഭരിച്ച ഒരു ഗവൺമെന്റ് ആണല്ലോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായ ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പാകെ വോട്ട് ചോദിക്കാനും അതിനനുസൃതമായ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനും കഴിയും. അതിലല്ല ഇപ്പോൾ BJP-യും BJP-യുടെ നേതൃത്വവും BJP-യുടെ വിവിധ തരത്തിലുള്ള ഏജൻസികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരാളുടെ നാവിൽ നിന്ന് വീഴുന്ന കാര്യം അത് കോൺഗ്രസിൻ്റെതാണ്, ഔദ്യോഗികമായ കോൺഗ്രസ് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ഗതികെട്ട അവസ്ഥയുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കൂ. മാന്യമായി കാര്യങ്ങൾ പറയൂ, സത്യസന്ധമായി കാര്യങ്ങൾ പറയൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഇപ്പോൾ കള്ളം പറയുന്ന ശുദ്ധമായ നുണ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം കഴിയുമ്പോൾ മാറി നിൽക്കുന്നു, അങ്ങനെ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നൊരു പുതിയ കാര്യവുമായി വന്നിരിക്കുന്നത്. ഈ പുതിയ കാര്യത്തിന്റെ ഒരു കാര്യം കൂടി തുറന്നു പറയട്ടെ. ഈ പ്രധാനമന്ത്രി തന്നെയല്ലേ പാകിസ്ഥാനിൽ പെട്ടെന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആരോടും പറയാതെ രഹസ്യമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പോയി കണ്ടതും അവിടെ നടന്ന സംഭാഷണങ്ങളും അവിടെ എന്തിനു പോയി എന്നുള്ളത് വ്യക്തമാക്കുന്ന പിറ്റേന്ന ഘട്ടങ്ങളും എല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ ഈ ഈ ഇതുണ്ടല്ലോ, ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുണ്ടല്ലോ, അത് ഏത് രൂപത്തിലും ഇന്ന് രാജ്യത്ത് നടക്കാൻ മോദി ചായ കുടിച്ചത് തെറ്റാണ്. മണിശങ്കർ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിനെ തള്ളിപ്പറയുന്നു. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അനിൽ നമ്പ്യാർ പറഞ്ഞോ. അല്ല, അനിൽ നമ്പ്യാർ ഇടപെട്ടപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് നിർത്തിയതാണ്. അപ്പോൾ ഞാൻ പൂർത്തിയാക്കാം. അപ്പോൾ അതിനെയാണ് നിങ്ങൾ കാണേണ്ടത്. ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും ഒന്നും ശ്രീ മണിശങ്കരയ്യരെ ഏൽപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആയിരുന്നു എന്നുള്ളതല്ല സത്യം തന്നെ. ഒരു അഭിമുഖം നടത്തിയ അഭിമുഖത്തിൽ നിന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അടർത്തിയെടുത്ത് അത് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് കരുതിയാൽ മതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലേക്ക് വരേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ ഇന്ത്യ മുന്നണിയുടെയോ ഭാഗമായിട്ട് അതിനെ കാണേണ്ട. അതാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ ഷുക്കൂർ, കഴിഞ്ഞ ദിവസം സാം പിത്രോഡയുടെ ഭാഗത്ത് നിന്ന് വംശീയ അധിക്ഷേപം ഉണ്ടായി, വംശീയ പരാമർശം ഉണ്ടായി. പക്ഷേ
നിങ്ങളുടെ നേതാവ് അധീർ രഞ്ജൻ ചൗധരി അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ മണിശങ്ക അയ്യർ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവല്ല എന്ന് പറയുന്നു. സാം പിത്രോഡ ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നു. അദ്ദേഹം ഈ പരാമർശത്തിന് ശേഷം രാജിവെച്ചു. പക്ഷേ എന്നിട്ടും അധീർ രഞ്ജൻ ചൗധരിയെ പോലുള്ളവർ അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരു സമീപനമുണ്ടായി. പിത്രോഡ, മണിശങ്ക അയ്യ ഇവരൊക്കെ കോൺഗ്രസുമായി സഹകരിക്കുന്ന ആളുകളാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാവുമ്പോൾ ഇവരെ തള്ളി പറയുന്നു. ഒരു ഭാഗത്ത് ഇത്തരം പരാമർശം ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി, പാകിസ്ഥാൻ അനുകൂല പരാമർശങ്ങൾ നടത്തി, ഇവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുക എന്നൊരു അജണ്ടയുണ്ട്. മറുഭാഗത്ത് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ തള്ളിപ്പറയുന്നു. അതുവഴി ഞങ്ങൾ ഭൂരിപക്ഷത്തോടൊപ്പമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും നടത്തുന്നു. ഇതല്ലേ ഇരട്ടത്താപ്പ്? അതിനെ തുറന്നു കാട്ടണ്ടേ? മറ്റ് ചാനലുകളൊന്നും ഇത് ചർച്ച ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞങ്ങൾ എടുക്കുന്നത്. വ്യാഖ്യാനിക്കണ്ട അനിൽ നമ്പ്യാരെ. അങ്ങനെ ഒന്നും വ്യാഖ്യാനിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് വിൽക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഈ രൂപത്തിൽ ഏതെല്ലാം രൂപത്തിലുള്ള കാപട്യങ്ങളാണ്, ഏതൊക്കെ രൂപത്തിലുള്ള സത്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്, നുണകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും എന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞാൽ അവിടെ താക്കീത് ചെയ്യുകയും അവരെ നിലക്ക് നിർത്താനും കഴിവുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സാം പിത്രോഡയ്ക്ക് താൻ വഹിക്കുന്ന സ്ഥാനം രാജിവെച്ച് പോകേണ്ട ഗതികെട്ട അവസ്ഥ ഉണ്ടായത്. അതാണ് ഉത്തരവാദിത്തപ്പെട്ട നയസമീപനം. അത് തന്നെയാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ കണ്ട് എന്തെല്ലാം ആരൊക്കെ പറഞ്ഞാലും ശരി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ ഗുണമായിരുന്നു പാകിസ്ഥാനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ആ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ച് അതിൽ ഒരെണ്ണത്തെ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെടാനും അതിനാവശ്യമായ പിന്തുണ കൊടുക്കാനും അവിടെ നിന്ന് വന്ന അഭയാർത്ഥികളെ ഉൾപ്പെടെ സ്വീകരിക്കാനും അതിലൂടെ പാകിസ്ഥാനെ തകർക്കാനും കഴിഞ്ഞ കരുത്തു കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ നേതാവാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തമാണ് ഇന്നത്തെ രാജ്യത്തിന്റെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വ പദവിയിലിരിക്കുന്ന നേതാക്കളിൽ പലരും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അത് ഇങ്ങോട്ട് ചെലവഴിക്കില്ല, ഇങ്ങോട്ട് വേണ്ട. കോൺഗ്രസിന്റെ ദേശീയമായ ഓരോ നിലപാടും കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും ആരും പഠിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് അതെല്ലാം കൃത്യമായി ബോധ്യമുണ്ട്. അതനുസരിച്ച് ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും നീക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, കൊല്ലാൻ വരുന്നവന് കഴുത്ത് വരുന്നവന് കഴുത്ത് നീട്ടിക്കൊടുക്കണം എന്ന സമീപനം സ്വീകരിക്കണം എന്നല്ലേ മണിശങ്കർ അയ്യർ പറഞ്ഞതിന്റെ രക്തചുരുക്കമല്ലേ? ശ്രീ ഷുക്കൂർ താങ്കളിലേക്ക് വരാം. അത് ചരിത്ര പഠനം ചരിത്രം കൃത്യമായി അറിയാൻ മറുപടിയും തരും. യെസ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ. ചോദ്യം ഞാൻ കേട്ടില്ല കേട്ടോ, അതിന്റെ ഇടയ്ക്ക്. അതായത് കൊല്ലാൻ വരുന്നവന് കഴുത്ത് നീട്ടിക്കൊടുക്കണം എന്നൊരു സമീപനം സ്വീകരിക്കണം എന്നല്ലേ മണിശങ്കർ അയ്യർ പറഞ്ഞതിന്റെ ഒരു രക്തചുരുക്കം? ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഒന്ന്, ആ പറഞ്ഞ വ്യക്തി കോൺഗ്രസിന്റെ ആരാണ് എന്നുള്ളതും അദ്ദേഹം ഇപ്പോ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അതിനനുസരിച്ചിട്ടാണല്ലോ അതിന്റെ വെയിറ്റേജ് വരുന്നത്. ഇപ്പോ ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം കോൺഗ്രസുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നു. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, മെമ്പർ ആയിട്ടുള്ള ആള് തന്നെയാണ്. അതുകൂടാതെ മുൻകാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഏതോ പഴയ കാലത്താണെന്ന്, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയായാലും അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ
അതിനകത്ത് ബഹുമാനിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ബഹുമാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നാൽ നല്ലതായിരുന്നു. അതായത് അത് ഭയമാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സാധാരണ ഇവിടെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്, ഇപ്പൊ ദൈവത്തെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ചില മതങ്ങളെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഭയക്കണം എന്ന് തന്നെയാണ്. അപ്പോ അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ നിലവിൽ എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളിൽ അവര് മുന്നോട്ട് വെക്കുന്ന കാര്യം പ്രധാനമായിട്ട് എന്താണ്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണ്? ആ പ്രശ്നം എന്ന് പറയുന്നത് അതിർത്തി തർക്കം തന്നെയാണല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നത്. രണ്ടാമത്തത്, ഈ അതിർത്തി പ്രശ്നം എന്ന് പറയുന്നതിന് എന്തെല്ലാമാണ് അതിന്റെ ബേസിസ് എന്ന് പറയുന്നത്? ആ ബേസിസ് എന്ന് പറയുന്നത് മതം തന്നെയാണ്. അവിടെ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവിടെ വരുന്നു. അപ്പൊ ഈ വിഷയത്തില് ഇപ്പൊ ഇവിടെ പറഞ്ഞതിനേക്കാൾ മികച്ച രീതിയിൽ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വന്നത് നമ്മളുടെ പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ നമ്മൾ കേൾക്കാൻ ഇടയായത്, ഈ ഇലക്ഷന്റെ സമയത്ത് എന്തിനാണ് പാകിസ്ഥാനെ വിളിച്ചുകൊണ്ടുവരുന്നത്, ഇതിവിടെ കൊണ്ടുവരുന്നത്? ഇപ്പോ ഇലക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചു വെക്കുന്നു. പകരം എന്തിനാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ കുറിച്ച് പറയുന്നത്? അതോടൊപ്പം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാണ് ഈ കാസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ എടുത്ത് പൊക്കി വെക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്റെ തിരിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാസ്റ്റിനെ സംബന്ധിച്ച് കാസ്റ്റ് സെൻസസ് നടത്തലാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആരാണ്? അതിവിടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ്. അതുകൂടാതെ അത് കോൺഗ്രസിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് OBC റിസർവേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ OBC റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്നു. എന്താണ് അതിനകത്ത്, ആരാണ് അതിൽ ഇറങ്ങി തിരിച്ചത്? കോൺഗ്രസ് ആണോ അതോ BJP ആണോ? നിങ്ങൾ ഒന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. ഇനി എല്ലാത്തിനും ഉപരി ഇവിടെ പാർട്ടീഷൻ എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ അവിടെയും ഈ മതം തന്നെ ഒരു ഇന്റർപ്ലേ അവിടെ വരുന്നു. എന്തിനാണ് ഇതുപോലെ ഒരു വിഷയത്തിലേക്ക് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തന്നെ, ഈ കോൺഗ്രസ് തന്നെ കയ്യിൽ ഉണ്ടായ സമയത്ത്, ഈ ഭരണ കയ്യിലുണ്ടായിരുന്ന സമയത്ത് ഒപ്പിച്ച പണിയാണ് ഈ പറയുന്ന പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇന്നും അതിന്റെ കെടുതികൾ അവിടെ ഏറിയും കുറഞ്ഞും ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥ. അപ്പോ ഇവിടെ ഇതിപ്പോ സൂചിപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചു വന്നതിലെ രണ്ടാമത്തെ ആ വശം എന്ന് പറയുന്നത്, ഇത് എല്ലാം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണെന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ശരി, ഇന്ദിരാഗാന്ധി ചെയ്തു വെച്ചു, അതുപോലെ നെഹ്റു പലതും ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മളത് അംഗീകരിക്കുന്നു. അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത്, ഇപ്പോ പൗരത്വ ഭേദഗതിയെ കുറിച്ച് ഇവിടെ ചർച്ച വരുന്നു. അതുപോലെ തന്നെ 370 എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇവിടെ വരുന്നു. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നതും അവിടെയുള്ള മൈനോറിറ്റീസിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ പൗരത്വ ഭേദഗതിയിൽ വരുമ്പോൾ അവിടെ ഒരു നെഹ്റു ലിയാഖത്ത് ഒരു പാക്ട് ഉണ്ടാകുന്നു. അത് കോൺഗ്രസിൻ്റെതാണെന്ന് നിങ്ങൾക്ക് തർക്കം ഉണ്ടാവില്ല. അതില് ലിയാഖത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഭാഗം അവിടെ ക്ലിയർ ആകാതെ വരികയും, ഇന്നിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും നമുക്കിവിടെ എണ്ണാൻ കഴിയുന്നു. അതേസമയം ഇന്ത്യയിൽ ന്യൂനപക്ഷം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാവുന്നത്, ആ നെഹ്റു ലിയാഖത്ത് പാക്ട് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യ അത് വാക്ക് പാലിച്ചിരിക്കുന്നു, എന്നാൽ ഈ പാകിസ്ഥാൻ അത് പാലിച്ചിട്ടില്ല എന്നും ഇരിക്കുമ്പോൾ ആ പൗരത്വ ഭേദഗതി ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ആ 2014 വരെ, ആ ഡിസംബർ വരെയുള്ള ആളുകൾക്ക് അത് ആ പൗരത്വം അവർക്ക് കൊടുത്തുകൊണ്ട് ആ വിഷയത്തെ അവസാനിപ്പിക്കുന്നതിൽ എന്തിനാണ് കോൺഗ്രസ് ഇവിടെ തടസ്സം നിൽക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരണം. കാരണം നിങ്ങൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഗതിയാണ്. ഇനി രണ്ടാമത്തത് ഈ 370, അവിടെയും ഈ അതിർത്തി പ്രശ്നവും അതുപോലെ തന്നെ കാശ്മീരിൽ ഒരു പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അവിടെ നിലനിന്നിരുന്ന അവസ്ഥയിൽ നിന്നും പിന്നോട്ട് മാറുന്നതിന് വേണ്ടി ഇന്നിപ്പോ നമ്മൾ കൈക്കൊണ്ട ഈ 370 റദ്ദാക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും അവിടെയും ഇവിടെയും തൊടാത്ത ഒരു മറുപടിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരാണ്? ഭരണത്തിലേറി കഴിഞ്ഞാൽ 370 റദ്ദാക്കുമെന്ന് വരെ പറയാതെയൊക്കെ പറഞ്ഞ അമളി കണ്ട് അതുപോലെ ഒഴിഞ്ഞു മാറേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മളിവിടെ കണ്ടതാണ് നമ്മുടെ ഭാരത് ജോഡോ യാത്രയുടെ ഇടയിൽ. അപ്പോ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയും. ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. അതായത് ഒരു സൈനിക ശക്തി എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഒരു ദേശ സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയും അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത്, സൂക്ഷിക്കണം എന്നുള്ള ഒരു സംഗതിയും അതോടൊപ്പം ആ പീസ് കീപ്പിങ്ങിന്റെ ഒരു പാർട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നതായാലും അത് കരുതുന്നതായാലും. അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പാകിസ്ഥാനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ അവര് ബോധമില്ലാത്ത ഒരു ചെന്നായ്ക്കളെ പോലെ, അതല്ലെങ്കിൽ ഇതുപോലെ ഏത് ആയുധം എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ, സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് മുതിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഡയലോഗ് സത്യത്തിൽ ഇവിടെ ഹെയ്റ്റ് തന്നെയല്ലേ ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ നിലനിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് തന്നെയാണ്. അവിടെ ആ പ്രശ്നം എന്ന് പറയുന്നത് ഡയലോഗ്സിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ഒരു പരിഹാരമായിട്ട് ഞാൻ ആദ്യത്തെ പരിഹാര മാർഗമായിട്ട് കാണുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവർ മഹാകുഴപ്പക്കാരനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് എടുത്ത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ റദ്ദാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ മഹാമോശക്കാരാണ് എന്ന് പറയുന്ന ആ തരം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനെയും നിങ്ങൾ എങ്ങനെ കാണും? അതല്ല അങ്ങനെയാണോ ഇപ്പോഴും നിങ്ങളുടെ പൊസിഷൻ, അതല്ല പുതിയ എന്തെങ്കിലും പൊസിഷൻ ആണോ എന്നും കൂടി കോൺഗ്രസ് വ്യക്തമാക്കണ്ടേ. അതല്ലാതെ ഇത് പറയുന്ന സമയത്ത് അത് മോദി ഉപയോഗിക്കും, BJP കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അടച്ച് അതിനെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറയും, ത്രോയിങ് അണ്ടർ ദ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി, അതല്ലേ ഇപ്പൊ നിങ്ങൾ ചെയ്ത് ഇതിനെ കുറിച്ച് മിണ്ടണ്ട എന്ന് പറയുന്നത്. അത് നടക്കില്ല. ഇതിവിടെ പറഞ്ഞിട്ടും സംസാരിച്ചിട്ട് തന്നെ പോയാൽ മതി എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. പൗരത്വ ഭേദഗതിയുടെ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് അവിടെയാണ്. ഓക്കെ, KVR, കോൺഗ്രസിനെ ദേശഭക്തി, രാജ്യസ്നേഹം ഇതൊന്നും പഠിപ്പിക്കേണ്ടതില്ല, എല്ലാം തികഞ്ഞവരാണ് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ A. ഷുക്കൂർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. BJP തിരിച്ചടി ഭയക്കുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി പറയാനുണ്ട്. പക്ഷെ അതിൽ ആരോപണം പോലെ പറഞ്ഞത് പ്രധാനമന്ത്രി കള്ളം പറയുന്നു എന്നാണ്. നരേന്ദ്രമോദി കള്ളം പറയുന്നതിൻ്റെ ആശാനായിരുന്ന ജവഹർലാൽ നെഹ്റു, കള്ളം പറയുന്നതിൻ്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തിരുന്ന ഇന്ദിരാഗാന്ധി, കള്ളം പറഞ്ഞു മാത്രം, കള്ളം കാണിച്ചു മാത്രം അധികാരത്തിൽ നിലനിരുന്ന രാജീവും രാജീവിൻ്റെ ഭാര്യ സോണിയയും എല്ലാം അടങ്ങുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കള്ളം പറയുന്നു എന്ന് പറയുമ്പം അതിനെ അവജ്ഞയോടെ തള്ളിക്കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ട്, മണിശങ്കർ അയ്യരെ കോൺഗ്രസിനകത്ത് വക്താവല്ല, പുറത്താക്കിയെന്നൊന്നും പറഞ്ഞിട്ടില്ല, വക്താവല്ല എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം വേറെ ഒന്നാണ്. ഈ മണിശങ്കർ അയ്യരെ കോൺഗ്രസിനകത്തേക്ക് എടുത്തത് എന്തിനാണ്? ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കാം. 1962 ഭാരതവും ചൈനയും കൂടെ യുദ്ധം ചെയ്തപ്പം ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് സഹകരിക്കാൻ വേണ്ടി ഭാരതം മുഴുവൻ ഒന്നായി നിന്നപ്പം അന്ന് കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥിയായിരുന്ന മണിശങ്കർ അയ്യര് യുദ്ധസഹായ ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് അയച്ചു കൊടുത്ത എങ്ങോട്ടെന്നറിയാവോ? ചൈനയ്ക്ക്. ഇന്ത്യയെ ആക്രമിക്കുന്ന ചൈനയ്ക്ക് യുദ്ധ ഫണ്ട് പിരിച്ച് അയച്ചു കൊടുത്ത മണിശങ്കർ അയ്യരെ കോൺഗ്രസിനകത്ത് കയറ്റിയത് എന്തിനാണെന്ന് ആലോചിക്കൂ. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ചെന്നിട്ട് ഭാരതം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ വീര സവർക്കറെ അവഹേളിച്ചപ്പം അപ്പോഴെങ്കിലും ഈ മനുഷ്യനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ വയ്യായിരുന്നു. അതല്ല, ഇനി മറ്റൊരു സന്ദർഭം പറയാം. ഇദ്ദേഹം ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ പ്രസംഗിക്കാൻ ചെന്ന് കോൺഗ്രസ്സുകാരനായ അജയ് മക്കനെ മുമ്പിലിരുത്തിക്കൊണ്ട് അജയ് മക്കൻ പഠിച്ച ഹൻസ്രാജ് കോളേജിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയിട്ട് അവസാനം ക്ഷമ പറയാൻ പോലും തയ്യാറായില്ല. പക്ഷേ മാന്യത ഉള്ളത് കൊണ്ട് സെൻറ്റ് സ്റ്റീഫനിലെ അധ്യാപകരും വിദ്യാർത്ഥികളും റാലിയായി ചെന്ന് ഹൻസ്രാജ് കോളേജിൽ ചെന്ന് ക്ഷമ പറയുകയാണ് ചെയ്തത്. പിന്നെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഇതേ മണിശങ്കർ അയ്യര് നമ്മുടെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്ന അമർ സിംഗുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് ഇന്ന് TG മോഹൻദാസ് മറ്റൊരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനും ഇത് പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇന്നാണ് ആധികാരികത വന്നത്. ഒരു പാർട്ടിക്കിടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമർ സിംഗിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ ഒരു മുഖച്ഛായയുണ്ട്, എൻ്റെ അച്ഛൻ പണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു.
അത് പറഞ്ഞ് കഴിയുന്നതിന് മുമ്പ് അമർ സിംഗ് ഉണ്ടോണ്ടിരുന്ന കൈ കൊണ്ടെടുത്ത് മൂക്കിന് ഒറ്റ ഇടിയായിരുന്നു. മൂക്കിനിടി കൊണ്ട് ചതഞ്ഞ മൂക്കുമായിട്ട് ഇറങ്ങിപ്പോയ മണിശങ്കരയ്യര് നാണമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ കൂടെ കൊണ്ടു നടക്കൂ. ഇനിയും ഞാൻ പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ നരേന്ദ്രമോദി എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ ജാതി പറഞ്ഞ് നീചജാതി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പം, അതുപോലെ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പം, ഇങ്ങനെ തുടരെയായിട്ട് പറയരുതാത്തത് പറയുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുന്ന ഈ മണിശങ്കരയ്യരെ പിടിച്ചു കെട്ടാൻ എന്തുകൊണ്ട് കോൺഗ്രസ് അന്നൊന്നും തയ്യാറായില്ല? കഴിഞ്ഞില്ല. ഇനിയുണ്ട് മണിശങ്കരയുടെ വീരകൃത്യങ്ങൾ വേറെയും പറയാനുള്ളതുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഏറ്റവും പ്രധാനമായി കോൺഗ്രസിന് ഇതിനൊക്കെ ശേഷം ചെയ്തൊരു സഹായമുണ്ട്. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മണിശങ്കരയ്യര് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറും ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ ചില ആളുകളുടെ കൂടി ഒരു മീറ്റിംഗ് നടത്തി. മണിശങ്കരുടെ അയ്യരുടെ വസതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ ഇനിയും ഹൈക്കമ്മീഷണറുടെ വസതിയിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഏതായാലും മീറ്റിംഗ് നടന്നു. അവിടെ വെച്ച് പറഞ്ഞെന്താണെന്നറിയുമോ? നിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം മറന്നേക്ക്, ആ വോട്ട് നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റാ. അതുകൊണ്ട് മുസ്ലിം അനുകൂലമോ പാകിസ്ഥാൻ അനുകൂലമായി പറഞ്ഞിട്ട് ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുന്നുണ്ട, അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചോളാൻ പറഞ്ഞു. അന്നാണ് രാഹുൽ ഗാന്ധി ഇടുന്ന ഉടുപ്പിൻ്റെ മുകളിൽ കൂടെ പൂണൂലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് നടന്നത്. ഇപ്പം അതെല്ലാം കഴിഞ്ഞു. ഈ സേവനമെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഭരണകൂടങ്ങൾ പറയാറുണ്ട് ഡിപ്ലോമസിയുടെ സെക്കൻഡ് ചാനൽ എന്ന് പറയുന്ന പോലെ സഹായിക്കാൻ സമാന്തര ചാനൽ, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിന് സഹായിക്കാൻ സമാന്തര ചാനലാണ് മണിശങ്കരയ്യർ. അതേ മണിശങ്കരയ്യരാണ് പാകിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ ഭരണകൂടത്തോട് നരേന്ദ്രമോദിയെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഓർക്കണം, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റാനല്ല പറഞ്ഞത്, നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. ആ വീഡിയോ നിങ്ങൾ കേട്ടു നോക്കണം. അത്രയ്ക്കും അപകടകരമായ നിലപാടുകളെടുക്കുന്ന, രാജ്യദ്രോഹപരമായ നിലപാടുകളെടുക്കുന്ന ആ മണിശങ്കരയ്യരെ വീണ്ടും തലവെക്കാൻ അനുവദിക്കാനാണ് ഭാവമെങ്കിൽ അതിന് മറുപടി കിട്ടും. അവിടെ ഒഴിഞ്ഞു മാറി ഇയാളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നുണ്ടെന്നും ഒരു കഥയില്ല. അതിന് പല കാരണങ്ങൾ വേറെയുമുണ്ട്. പിന്നെ അങ്ങൊരു കാര്യം, ശ്രീ ശുക്കൂർ ഒരു കാര്യം പറഞ്ഞു, ഭാരതത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നേട്ടങ്ങളുടെ ചരിത്രം പറയാൻ, നരേന്ദ്രമോദിയുടെ നേട്ടങ്ങളുടെ ചരിത്രം, അതുകൊണ്ട് നേട്ടം അനുഭവിച്ച ഭാരതത്തിലെ ബഹുകോടി ജനങ്ങൾ അവർ പറയുന്നുണ്ട്. തന്നെയല്ല, മോദിയുടെ എല്ലാ പ്രസംഗങ്ങളിലും ആ പ്രോഗ്രസ് കാർഡ് അക്കമിട്ട് നിരത്തുന്നുണ്ട്. പക്ഷേ ഈ നിരത്തുന്നതിനർത്ഥം നിങ്ങൾ ഉയർത്തുന്ന അടിസ്ഥാനരഹിതമായ നിലപാടുകളെ വർഗീയ പ്രീണനത്തിൻ്റെ, ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ, ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയ്ക്ക് മറുപടി പറയാതിരുന്നോണമെന്നല്ല, അതിന് മറുപടി ഉണ്ടാവും. അതാണ് കൃത്യമായി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മുസ്ലിമിൻ്റെ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റാണ്, ഹിന്ദുവിൻ്റെ വോട്ട് നിങ്ങൾ പിടിച്ചാൽ മതി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇന്ന് INDIA പക്ഷം ചെന്നെത്തിയിരിക്കുന്നത് കൃത്യമായും എങ്ങനെ ഓടിയാലും എങ്ങനെ ചാടിയാലും മോദിയോടൊപ്പം എത്തില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയല്ലേ വയനാട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഓട്ടം ഓടിയത് റായ്ബറയിലേക്ക്, അമേത്തിയിലേക്ക് പോയില്ല, റായ്ബറയിലേക്ക്. ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു പ്രസ്ഥാനം ഈ കോൺഗ്രസ് മാറുന്നത് കാണുമ്പം നമുക്ക് ദുഃഖമുണ്ട്. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി വ്യക്തമായിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ സംവാദത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ നിർത്തുന്നു. യെസ്, ശ്രീ ഷുക്കൂർ, ഭാരതത്തിന് അഭിമാനിക്കാവുന്ന ശക്തമായൊരു പ്രതിരോധ സംവിധാനമുണ്ട് അല്ലേ?
വ്യോമ നാവിക സേനയുണ്ട്, സുസജ്ജമാണ്, സുശക്തമാണ്. അപ്പോൾ നിങ്ങൾ അധികാരത്തിലിരുന്ന കാലത്ത് ഈ സംവിധാനത്തെയൊക്കെ നോക്കുകുത്തിയാക്കി. അതിൻ്റെ തിക്തഫലങ്ങളാണ് നമ്മുടെ രാജ്യം വലിയൊരു കാലത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം അതുപോലെ ഈ സൈന്യത്തെ ഇങ്ങനെ നിർജീവമാക്കി കൂടെ നിർത്തണം, അടിച്ചാലും തിരിച്ചടിക്കരുത്, അവിടെ ചർച്ച നടത്തണം, അല്ലെങ്കിൽ സമാധാനപരമായി സൗഹാർദ്ദപരമായുള്ള സംവാദങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇപ്പോൾ UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരല്ല ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശക്തിയുടെ ഒരു പ്രതിഫലനം കാണിക്കേണ്ടത് തന്നെയല്ലേ? നമ്മുടെ സൈന്യം ദുർബലമാണ് എന്ന് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവ കാണിക്കണം അല്ലെങ്കിൽ തെളിയിക്കണം എന്നാണോ മണിശങ്കര അയ്യരെ പോലുള്ളവർ ഉദ്ദേശിക്കുന്നത്? അല്ല, അനിൽ നമ്പ്യാരോട് ഞാൻ കൃത്യമായും വ്യക്തമായും ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടും ഞങ്ങൾ ഏത് രൂപത്തിലാണ് മണിശങ്കരയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അടർത്തിയെടുത്ത ഭാഗങ്ങളെ കാണുന്നത് വ്യക്തമാക്കി. പിന്നെയും എൻ്റെ നാവിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണ്, വായിലേക്ക്. അത് വേണ്ട അനിൽ നമ്പ്യാരെ. നമ്മുടെ രാജ്യത്തെ അല്ല, മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയെ രാജ്യം എത്ര കോൺഗ്രസ് നേതാക്കൾ തള്ളി പറഞ്ഞിട്ടുണ്ട്? ഇതൊക്കെ അല്ല പറയട്ടെ എൻ്റെ അനിൽ നമ്പ്യാരെ, വെറുതെ തടസ്സപ്പെടുത്താതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കേട്ടാൽ മതി എന്നുള്ളതാണെങ്കിൽ അത് എൻ്റെ നാവിൽ നിന്ന് ഉണ്ടാകത്തില്ല. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ വ്യക്തമായി സത്യസന്ധമായി പറയാനാണ് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അത് പറയാൻ അനുവദിക്കണം. അപ്പോൾ കേട്ടോളൂ, നിങ്ങൾ എത്ര പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായ സമ്പത്തോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ അടിത്തറയോ അല്ല. വർഷങ്ങളായി ഈ രാജ്യത്ത് അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത സൈനിക ശക്തിയും അത്തരത്തിലുള്ള ഒരു ഭദ്രതയും സുരക്ഷയും എല്ലാം ഇപ്പോഴും ഉണ്ട്, ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ജനജീവിതത്തെ ബാധിച്ചിട്ടുള്ള ഗൗരവതരമായ വിഷയങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായി ഒരു നടപടിയുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു സൈന്യം വല്ല ശക്തിയായി കാര്യങ്ങൾ, ശരിയാണ്, സൈന്യ ശക്തിയാണ്. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണ പരിഷ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്ന കാര്യം ജനങ്ങളെ ബാധിച്ചിടത്തോളം ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമായി കാണുന്നു. അതല്ല ചർച്ച ചെയ്യണ്ടേ? ഈ ഘട്ടത്തിലല്ലേ, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്? അഗ്നിവീർ എത്രമാത്രം നമ്മുടെ സൈനികരെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് എടുത്തിട്ടുള്ള മാനദണ്ഡങ്ങളും പുതിയ പരിഷ്കാരങ്ങളും എത്രമാത്രം പരാജയപ്പെട്ടതാണ്, എത്രമാത്രം ജനവിരുദ്ധമാണ്, ജനങ്ങൾ അത് ആഗ്രഹിക്കാത്തതാണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ട എത്രയോ സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? പക്ഷെ ഇതിനെയെല്ലാം വേറൊരു അജണ്ട സെറ്റ് ചെയ്ത് അട്ടിമറിക്കാനുള്ള ഭരണകൂടത്തിന്റെ പരിശ്രമത്തിന്റെ ഭാഗമാണ് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും കള്ളം പറയുന്നു. ഞാൻ വ്യക്തമാക്കിയാണ് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ പേര് പറഞ്ഞ്, മതന്യൂനപക്ഷങ്ങളുടെ പറഞ്ഞ്, മതഭൂരിപക്ഷങ്ങളെ വർഗീയമായി വികാരം ആളിക്കത്തിച്ച് വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അത് ഹീനമായ ഒന്നാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് പറയണ്ടേ? അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു തർക്കവും വേണ്ട. അത് ഇവിടെ നടക്കുകയാണ്. മാത്രമല്ല, എൻ്റെ പ്രിയ മറ്റൊരു ഭാഗം പറയാൻ വന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം ഭേദഗതി വരുന്നതിന് എന്താ എതിർപ്പ്? പക്ഷെ അത് മതത്തിന്റെ പേരിൽ, ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ ആ ഭേദഗതി നിയമം വരുമ്പോൾ അതിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ ബോധ്യപ്പെടും. അവിടെയാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലത്തെ തൻ്റെ ഗ്യാരണ്ടി നടപ്പിലാക്കിയത് സംബന്ധിച്ച് വിശദീകരിക്കാൻ തയ്യാറാകാതെ മതത്തിൻ്റെ പേര് പറഞ്ഞ് മതന്യൂനപക്ഷങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തി അതിന് പകരം മറ്റൊന്ന്. ജാതി സെൻസസ് ഞങ്ങളുടെ ഒരു തീരുമാനം തന്നെയാണ് എന്ത് സ്പഷ്ടമായി പറയുന്നു. നിതീഷ് കുമാർ ഈ കാര്യം പറഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ ആ രൂപത്തിൽ ഇപ്പോൾ പറയുന്നില്ല.
നിതീഷ് കുമാർ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ്. നിതീഷ് കുമാറാണല്ലോ ഈ കാര്യം ആദ്യം പറയുന്നത്. ഞങ്ങൾ ഈ കാര്യം നടപ്പിലാക്കണം. ഇത് കഴിഞ്ഞ AICCയുടെ തീരുമാനമാണ്, റായ്പൂർ AICCയുടെ തീരുമാനമാണ്, ഞങ്ങളൊക്കെ പങ്കെടുത്ത AICC ആണത്. അപ്പോൾ ജാതി സെൻസസ് വേണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടാണ്. അത് നിതീഷ് കുമാർ പറയുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ പറയുമ്പോൾ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ജാതി അതിൻ്റെ പേരിൽ നമ്മുടെ ഭരണഘടനാനുസൃതമായ നമ്മുടെ സംവരണ തത്വങ്ങളെ, സാമൂഹ്യ നീതിയെ ബാധിക്കുന്ന ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങളിലെ ആ സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ പരിരക്ഷ ആ സംവരണ തത്വത്തിലൂടെ നടപ്പിലാക്കാൻ കൃത്യമായി ആ ജാതി സെൻസസ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രധാനമന്ത്രിയും BJPയും ഒരു കൂട്ടർ അത് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. എന്തിനാണ് അധികം പറയുന്നത്? അദാനിയെയും അംബാനിയെയും കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങളത് പറയുന്നില്ല എന്നാണ് ഇപ്പോൾ. അദാനി അംബാനിയെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 3-ാം തീയതി, കഴിഞ്ഞ 4-ാം തീയതി, കഴിഞ്ഞ 5-ാം തീയതി, കഴിഞ്ഞ 6-ാം തീയതി, കഴിഞ്ഞ 7-ാം തീയതി വരെ ഈ നമ്മുടെ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണിയുടെ ഭാഗമായി നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ എല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാഹുൽ ഗാന്ധി അടക്കം. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് ചെന്നിട്ട് പറയുകയാണ്, എന്താ ഇപ്പോൾ അദാനി അംബാനിയെ പറയാത്തത്? ശുദ്ധ നുണയല്ലേ, ശുദ്ധ നുണയല്ലേ? ഇങ്ങനെ ചെയ്യാവോ? ഒരു മതത്തിന്റെ ആ മതത്തിന്റെ പേരിൽ ഭൂരിപക്ഷം പറ്റില്ല. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നുണയൻ. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ നുണയനെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് കാര്യങ്ങൾ സംസ്കാരമില്ലായ്മ അനുവദിക്കാൻ പറ്റില്ല. ആവർത്തിച്ച് പ്രധാനമന്ത്രിയെ നുണയെന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റില്ല. ജവഹർലാൽ നെഹ്റു ആയിരുന്നു നുണയൻ, ഇന്ദിരാഗാന്ധിയായിരുന്നു നുണച്ചി, രാജീവ് ഗാന്ധിയായിരുന്നു നുണയൻ. എന്താ നിങ്ങൾക്ക് വിഷമമില്ലേ? പറയുന്നവരെ പിന്നെ നുണയനെന്നല്ലാതെ മര്യാദയ്ക്ക് വർത്തമാനം പറയണം. നുണയനല്ല, പ്രധാനമന്ത്രിയല്ല, പറഞ്ഞത് സത്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നയാൾ ശുദ്ധ നുണ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലെ വർഗീയതയുടെ ഭാവമാണത്. അത് സത്യമാണെന്ന് നിങ്ങളുടെ മനസ്സിലെ വർഗീയതയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ വർഗീയതയാണ് സംസാരിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് ഒരു നുണയും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അംബാനിയുടെയും അദാനിയുടെയും നമുക്ക് 4-ാം തീയതി അറിയാലോ, ജൂൺ 4-ാം തീയതി അറിയാലോ. എവിടെ നിന്ന് വന്നു 20,000 കോടി? ഈ പ്രധാനമന്ത്രി പറഞ്ഞ നുണകളൊക്കെ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ജൂൺ 4-ന് അറിയാലോ. പ്രയാസമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഏത് എന്റെ അനിൽ നമ്പ്യാരെ അറിയാൻ പോകുകയാണ്, ഒരു സംശയം വേണ്ട. ജനാധിപത്യത്തിന്റെ മഹത്വം ആണ് തെരഞ്ഞെടുപ്പുകൾ തന്നെ. ആ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്തുണ്ടാകണം. അത് ഏത് ഏകാധിപതിയും ഏത് സർവാധിപതിയും അതിനെ ഇല്ലാതാക്കാൻ നോക്കിയാൽ നടക്കില്ല. നമ്മുടെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കണം. ഈ രാജ്യത്തിന് യോജിച്ചത് ഡോക്ടർ BR അംബേദ്കറുടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒന്നായി തന്നെ ഇതിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തിനാകണം. ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ നിലനിൽക്കണം. ഈ രാജ്യം അതുപോലെ പോകണം. മതേതരത്വത്തിൽ ഊന്നി രാജ്യം അല്ല, അത് മനസ്സിലായി. ദേശവിരുദ്ധമായിട്ടുള്ള എല്ലാം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞല്ലോ. കാശ്മീരിനുള്ള പ്രത്യേക അധികാരം കൊടുക്കും, അതുപോലെ CAA റദ്ദാക്കും. അത് പരസ്യമായിട്ട് പറഞ്ഞില്ല, പക്ഷെ എങ്കിലും പരോക്ഷമായി അത് ചൂണ്ടിക്കാണിച്ചല്ലോ. ദേശവിരുദ്ധമായ എല്ലാം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സാരഥിയാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ അത് അതുപോലെ നിലനിർത്തും, അത് സംരക്ഷിക്കും. ഒരു സംശയം വേണ്ട. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന ശുദ്ധ നുണ നിങ്ങൾ പറയണ്ട. അത് ആര് പറഞ്ഞാലും അംഗീകരിച്ചു തരാൻ തയ്യാറല്ല.